ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. യേശു ഒലിവുമലയിൽ നിന്ന് അതിരാവിലെ പിന്നെയും ജെറുസലേം ദേവാലയത്തിൽ ചെന്നു. ജനമെല്ലാവരും യേശുവിന്റെ അടുക്കൽ വന്ന് യേശു ദേവാലയത്തിൽ ഇരുന്ന് അവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവരുടെ മധ്യത്തിലേക്ക് പരീശന്മാരും ശാസ്ത്രിമാരും ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തി. അവർ യേശുവിനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവളെ കല്ലെറിയണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് യേശുവിൽ കുറ്റം ചുമത്തുവാൻ സംഗതി ലഭിക്കേണ്ടതിന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചതാണ് എന്ന് ഓരോരുത്തരുടെയും ഹൃദയവിചാരങ്ങളെ അറിയുന്ന യേശുവിന് മനസ്സിലായി. ഇവർ വന്നിരിക്കുന്നത് ഒരു വലിയ കാര്യം നടത്തുവാനാണ്. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് എന്നെ ഇരുത്തിയിരിക്കുന്നു. എൻ്റെ അധ്യക്ഷതയിൽ ഈ പരിപാടി നടക്കണമെങ്കിൽ ഇതിന് ഒരു ഉദ്ഘാടകൻ വേണം. അതിന് ഒരാളെ നിങ്ങളിൽ നിന്ന് കണ്ടെത്തണം. ആ വ്യക്തിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. ആദ്യത്തെ കല്ല് എറിഞ്ഞ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന വ്യക്തി പാപം ചെയ്യാത്ത ആളായിരിക്കണം. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ഇത് പറഞ്ഞ് യേശു പിന്നെയും നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. യേശു എന്താണ് നിലത്ത് എഴുതിയത് എന്നോ ആരെക്കുറിച്ചാണ് എഴുതിയതെന്നോ അവിടെ പറയുന്നില്ല. എന്നാൽ യേശു എഴുതുന്നത് കണ്ടവരുടെ പ്രതികരണം കാണുമ്പോൾ യേശു എന്താണ് എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതിയത് ആ സ്ത്രീയെ കൊണ്ടുവന്ന പരീശന്മാരുടെയും സാദൂക്യരുടെയും പേരും അവർ ചെയ്ത പാപങ്ങളും ആയിരിക്കാം. ഇത് കണ്ട ഓരോരുത്തരും അവർ വന്നത് എന്തിനാണെന്ന് പോലും ഓർക്കാതെ തലയും കുനിച്ച് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. യേശു തലയുയർത്തി നോക്കിയപ്പോൾ ആ സ്ത്രീയെ അല്ലാതെ അവളെ കൊണ്ടുവന്ന ആരെയും അവിടെ കണ്ടില്ല. യേശു ചോദിച്ചു, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ യേശു പറയുന്നു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. പ്രിയമുള്ളവരെ, ഈ സംഭവത്തിലൂടെ യേശുക്രിസ്തു 2 കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒന്ന്, സ്വയം നീതീകരണം വലിയ തെറ്റാണ്. സ്വയം നീതീകരിക്കുന്നവനാണ് മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ പ്രവണത ശരിയല്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. 2, മറ്റുള്ളവരോട് നാം എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെ തന്നെ ആയിരിക്കും ദൈവം നമ്മോടും പെരുമാറുന്നത് എന്ന യാഥാർത്ഥ്യവും കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ശിഷ്ടകാലം നാം മറ്റുള്ളവരെ വിധിക്കാതെ ദൈവഹിതത്തിനനുസരിച്ച് ജീവിച്ച് ദൈവരാജ്യ അവകാശികളാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.